അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഹായ്. അപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോസൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല. ഭയങ്കര കോൾഡൊക്കെ ആയിട്ട് സൗണ്ടൊന്നും ശരിയില്ല. അപ്പോൾ അതുകൊണ്ട് വോയിസ് ഒന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോസ് എടുക്കലും മടി പിടിച്ച പോലെയായി. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ സ്നാക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് കോൺ സമൂസ ഉണ്ടാക്കുന്നത്. ആ ഒരു സമൂസൻ്റെ മോഡലൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാം. ഈ തോല് എന്താ പറയുക, സമൂസ ഷീറ്റൊന്നും വേണമെന്നില്ല. സാധാരണ മൈദ നമ്മൾ ഇറച്ചിപ്പത്തിലിന് ഉണ്ടാക്കുന്ന ആ ഒരു മൈദക്കൂട്ട് തന്നെ മതി, അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ കൂട്ട് തന്നെ മതി. അപ്പോൾ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് എടുത്തത്. 1 കപ്പ് മൈദ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായി കുഴച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് എണ്ണ ഇട്ടൊന്നങ്ങ് തടവി വെച്ചതാണ്. ഒരു 2 മണിക്കൂറോളം അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ കുറഞ്ഞിട്ട് ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ്, നമ്മുടെ ഇറച്ചിപ്പത്തലിന് പറ്റുന്ന ബോൾസ് ആക്കി വെക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ പരത്തിയെടുക്കണം. പരത്തുമ്പം സ്ക്വയറായിട്ടോ റൗണ്ടായിട്ടോ അല്ല, കുറച്ച് നീളത്തിലായിട്ട് തന്നെ പരത്തിയെടുക്കാം. ആ ഒരു കോണ് കിട്ടണമല്ലോ, കുറച്ച് വലുതുമായിട്ട് സൈസ് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നീളത്തിൽ പരത്തുന്നത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നടുവിലായിട്ട് കട്ട് ചെയ്യുക. സെൻറ്റർ പാർട്ട് നോക്കിയിട്ട് നന്നായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗത്ത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഉൾഭാഗം മാത്രം കട്ട് ചെയ്യണം, പുറത്തേക്ക് കട്ട് പോവരുത്. അപ്പം നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുകയില്ല. അപ്പോൾ പുറമേ കട്ട് ചെയ്യാണ്ട് ഉൾഭാഗത്ത് മാത്രം കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈഡിലൊക്കെ ഒന്ന് വെള്ളം തടവി കൊടുക്കാം, ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. മൈദ പേസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് വെള്ളം മാത്രം ഒന്നങ്ങ് തടവി കൊടുത്താൽ മതി എല്ലാ ഭാഗത്തും. ആ കട്ട് ചെയ്ത പാർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു എല്ലാ ഭാഗത്തേക്കും വെള്ളം തടവി കൊടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗം ഇതേപോലെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി സാധാരണ നമ്മൾ കോൺ എങ്ങനെയാണോ ഈ സമൂസൊക്കെ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ കോണാക്കിയെടുക്കാം. ഇങ്ങനെ നടുവിലേക്കാക്കിയിട്ട് ഒരു കോണിൻ്റെ ഷേപ്പാക്കിയെടുക്കാം. അപ്പോൾ ഇത് കാണാനുള്ളൊരു ഭംഗി ഉണ്ടാവും, പിന്നെ തിന്നാനും കുറച്ചൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കോണാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫില്ലിംഗ് വെച്ചിട്ട് ഏതെങ്കിലും മസാല വെച്ച് ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ്റെ മസാല തന്നെയാണ് എടുത്തത്. സാധാരണ ഇറച്ചിപ്പത്തലിൻ്റെ മസാല തന്നെയാണ്. നമുക്ക് വെജിറ്റബിളിൻ്റെ മസാല വെച്ചിട്ട് ചെയ്യാം, പനീറിനെ കൊണ്ട് മസാല ഉണ്ടാക്കാം, ഏത് മസാല വേണമെങ്കിലും നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എത്ര നമുക്ക് മസാല ഫിൽ ചെയ്യാൻ പറ്റുമോ അത്രയും ഫിൽ ചെയ്യാം. ഒരു 1/4 ഭാഗം ഫിൽ ചെയ്താൽ മതി, ബാക്കിയുള്ളത് കവർ ചെയ്യണ്ടേ. ഇതേപോലെ കവർ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ മസാല പുറത്തേക്ക് വന്നു പോകും. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നേരത്തത് ഞാൻ ഇതേപോലെ താഴോട്ട് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. ഇതിപ്പം ഞാൻ വിലങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, ഹൊറിസോണ്ടലായിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാ ഭാഗത്തും നേരത്തെ ചെയ്തതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് അങ്ങ് തടവി കൊടുക്കണം. മറ്റേ ഭാഗം ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. കോണാക്കി എടുത്തിട്ട് ഇതിൽ മസാല ഫിൽ ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. എണ്ണ ഉള്ളിലേക്ക് കയറാത്ത വിധത്തിൽ അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് മൈദയിലാണ് കുഴച്ചെടുത്തത്. അപ്പോൾ ഗോതമ്പിൻ്റെ മാവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാത്രം എടുത്താൽ മതി. കുറച്ച് നല്ല നെയ്യ് അതിലങ്ങ് ഇട്ട് കൊടുക്കണം ഗോതമ്പ് എടുക്കുന്ന നേരത്ത്. അതല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സാക്കിയിട്ട് മൈദയും ഗോതമ്പും മിക്സാക്കിയിട്ട് അങ്ങനെയും കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ ഇറച്ചിപ്പത്തലിന് കുഴച്ചെടുക്കുന്നത് പോലെ മൈദയോ ഗോതമ്പോ എടുത്തിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് കുഴച്ചെടുത്തത്. പിന്നെ ഞാനിപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പം കുഴക്കുന്ന കൂട്ടത്തിൽ ഞാൻ എണ്ണ ഇട്ട് കൊടുത്തിട്ടല്ല മാവ് കുഴച്ചത്. അപ്പോൾ അങ്ങനെ കുഴച്ചെടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 എണ്ണം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടി നിൽക്കൂല. നമ്മൾ വെള്ളം ഇട്ട് കഴിഞ്ഞാൽ അത് പറ്റി നിൽക്കൂല. പിന്നെ അത് ഒട്ടി നിൽക്കണമെങ്കിൽ പിന്നെ മൈദ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനി പൊരിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. എപ്പോഴും സ്നാക്സ് പൊരിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, നമ്മൾ ഈ സ്നാക്ക് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കുക, ഹൈ ആക്കി വെക്കുക. എന്നിട്ട് ഫ്ലെയിം ലോ ആക്കി വെക്കണം, മീഡിയം ലോ ആക്കി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പ്രത്യേകിച്ചും ഇതിൽ നമ്മളൊരു കോട്ടിങ് ഉള്ളിലുണ്ടല്ലോ മൈദൻ്റെ, അപ്പോൾ അതൊന്ന് ഒന്ന് വെന്ത് കിട്ടണം. പിന്നെ പുറം ഭാഗം ഒന്ന് ക്രിസ്പിയായി കിട്ടുകയും ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീഡിയം ലോ ആക്കി വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇതിപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ടൊമാറ്റോ കെച്ചപ്പിനോടൊപ്പം അല്ലെങ്കിൽ പുതിന ചട്നിയോടൊപ്പം സെർവ് ചെയ്യാം. ഇപ്പോൾ രണ്ടും ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അല്ലാതെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ്റെ മസാല നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റിന് എന്തായാലും ഇത് മാറ്റം ഉണ്ടാവും. അപ്പം എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കൂ, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയൂ. അപ്പോൾ പുതിയ വെറൈറ്റി ഡിഷസുമായി നമുക്ക് വീണ്ടും കാണാം.
Till then, take care and bye from Maimun's Kitchen. Thank you.